ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 8 ശ്ലോകം 3. നാരായണീയത്തിലെ ഒരു 10 ദശകത്തോളം ഇതുപോലെ സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മാവിനെക്കുറിച്ചും വിരാട് പുരുഷനെക്കുറിച്ചും ഭക്തിപ്രാർത്ഥനയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 11ാമത്തെ ദശകം മുതൽ അവതാരങ്ങളായിട്ടും ചരിതങ്ങളായിട്ടും നമുക്കറിയുന്ന കഥകളായിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് 8ാമത്തെ ശ്ലോകമായി. 2 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രാകൃത പ്രളയം, നൈമിത്തിക പ്രളയം എന്താണെന്ന് പറഞ്ഞു. മഹാപ്രളയം അല്ലെങ്കിൽ പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് സൃഷ്ടി തുടങ്ങുകയാണ്. അത് പൂർണ്ണമായി കഴിഞ്ഞു. വളരെ കാലം അത് നിലനിൽക്കും. അതിനുശേഷം അതെല്ലാം ബ്രഹ്മാവിൽ ലയിക്കും. അതിന് ബ്രഹ്മാവിൻ്റെ ഉറക്കം എന്ന് പറയും. വീണ്ടും അങ്ങനെ തുടർന്ന് ബ്രഹ്മാവിൻ്റെ ഒരായുസ് കഴിയുമ്പോഴാണ് ബ്രഹ്മാവ് ഉൾപ്പെടെ എല്ലാവരും ഭഗവാനിൽ ലയിക്കുക. അതാണ് മഹാപ്രളയം എന്ന് പറഞ്ഞു. ഇവിടെ ഈ 3ാമത്തെ ശ്ലോകത്തിൽ നമ്മളുടെ ദിനചര്യയും ബ്രഹ്മാവിൻ്റെ ദിനചര്യയും തമ്മിലൊരു സാമ്യം പറയുന്നു. കൂടാതെ ചിരഞ്ജീവികളുടെ പ്രത്യേകതയും പറയാണ്. ശ്ലോകം ഒന്ന് ചൊല്ലാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം സഭവത്പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാപി സൃഷ്ടി. അസ്മാദൃശാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോലെ തന്നെയാണ്. പുനരഹർമുഖകൃത്യതുല്യം, ഓരോ ദിവസവും രാവിലെ തുടങ്ങി പകൽ കഴിയണ വരെ നമ്മൾ ചെയ്യുന്ന കൃത്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ തുടക്കം പോലെയാണ് ബ്രഹ്മാവും സൃഷ്ടി ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഉണർന്ന് പല്ല് തേക്കുക, കുളിക്കുക, നാമം ജപിക്കുക, കാപ്പി കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതുപോലെ ബ്രഹ്മാവ് നൈമിത്തിക പ്രളയം എന്ന ആ നീണ്ട ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ എന്താണ് ചെയ്യുക? സൃഷ്ടി ചെയ്യും. അനുദിനം നമ്മളെല്ലാ ദിവസവും ഉണരുന്നത് പോലെ അദ്ദേഹവും ഉണർന്ന് സൃഷ്ടി, നിലനിൽക്കുക, പ്രളയം അങ്ങനെ ചെയ്തുകൊണ്ട് വരികയാണ്. പക്ഷേ അതിനൊക്കെ എന്തു വേണം? ഭഗവത് പ്രസാദം അത്യാവശ്യമാണ്. സാധാരണ സകല ചരാചരങ്ങളും, ഏത് രാജാവായിക്കോട്ടെ, ഏത് യാചകനാവട്ടെ, പൂവോ പൂമ്പാറ്റയോ ആനയോ കുതിരയോ എന്തായാലും സകലതും ഉൾപ്പെടുന്ന ഈ ലോകത്തിന് ഇതാണ് ഗതി. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു. അത് കഴിഞ്ഞാൽ നൈമിത്തിക പ്രളയത്തിൽ സകലതും തലമുറയായിട്ട് വന്നിട്ടുണ്ടാവും. അതങ്ങനെ എല്ലാം ഇല്ലാതാക്കും. പക്ഷേ ചിരഞ്ജീവികളുടെ സ്ഥിതി ഇങ്ങനെയല്ല. അവർ ബ്രഹ്മാവിൻ്റെ ഒപ്പം ജനിക്കും. പരായുഷാം എന്നാണ് ഇതിൽ വാക്ക് പറഞ്ഞത്. അവർ ചിരഞ്ജീവികളാണ്. സുപ്ത ഉറങ്ങിയിട്ടുള്ള ആൾക്കാർ ഉണരുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് അവർക്ക് ഈ നൈമിത്തിക പ്രളയം കഴിയുമ്പോൾ ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവും. നമുക്ക് തലേ ദിവസം കഴിഞ്ഞ കാര്യം പോലും വ്യക്തമായിട്ട് ഓർമ്മയുണ്ടാവുക, മുഴുവനും എല്ലാ കാര്യവും ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ ചിരഞ്ജീവികൾക്ക് ജന്മജന്മാന്തരങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ പോലും അവർക്ക് സകലതും ഓർമ്മയുണ്ടാവും. അത് അവരുടെ ശ്രേഷ്ഠത കൊണ്ടാണ് അവരിങ്ങനെ ചിരഞ്ജീവികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല ചിരഞ്ജീവികൾ ഭാവങ്ങളാണ്, ചില ഭാവങ്ങളാണ് എന്നും പറയും. സ്നേഹം, പക, കരുണ, അസൂയ തുടങ്ങിയിട്ടുള്ള പല ഭാവങ്ങളും എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അതിനെ ചിരഞ്ജീവി എന്ന് പറയുന്നു. അശ്വത്ഥാമാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പക, അവസാനിക്കാത്ത പകയാണ്, അങ്ങനെയും പറയും. എന്തായാലും ചിരഞ്ജീവികൾ എന്ന് പറയുന്ന ആ ചിരഞ്ജീവികൾക്ക് എപ്പോഴും പൂർവജന്മ സ്മൃതി ഉണ്ടാകും എന്നാണ്. എല്ലാത്തിനും എന്തായാലും ഭഗവത് പ്രസാദം വേണം എന്ന് വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അസ്മാദൃശാം, അസ്മാകന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നാണ് അർത്ഥം. അപ്പോൾ ആ മനുഷ്യന്മാരായിട്ടുള്ള നമ്മളുടേതേ പോലെ തന്നെയാണ് പുനരഹർമുഖകൃത്യതുല്യം. അഹർ എന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ മുഖം, തുടക്കം. ഓരോ ദിവസവും ആദ്യം നമ്മളൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ തന്നെ
സൃഷ്ടിം കരോതി അനുദിനം സ ആ ബ്രഹ്മാവ് ഓരോ ദിവസവും ഇങ്ങനെ സൃഷ്ടി ദിനചര്യ പോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെന്തുമാത്രമാണ് വേണ്ടത്? ഭവത് പ്രസാദാത്, ഭഗവാന്റെ പ്രസാദമാണ് അതിനു മുൻപ് അതിന് ഏറ്റവുമായിട്ട് വേണ്ടത്. ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്, പ്രാക് ബ്രഹ്മകൽപ്പജനുഷ, മുൻപ്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാ ചരാചരങ്ങളുടെയും സ്ഥിതി. എന്നാൽ ബ്രാഹ്മകൽപ്പജനുഷാം പരായുഷാം തു, പരായുഷാം എന്ന് പറഞ്ഞാൽ എന്നെന്നും ആയുസ്സുള്ള ഈ ചിരഞ്ജീവികളുടെ കഥ അങ്ങനെയല്ല. പ്രാക്, അവരെ മുൻപ്, പ്രാക് എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രാഹ്മകൽപ്പജനുഷാം, ബ്രാഹ്മകൽപ്പത്തിൽ തന്നെയാണ് ജനിക്കുന്നത്. സകലതിനും ഒപ്പം തന്നെ അവർ ജനിക്കും. പക്ഷേ അവർ മഹർലോകവാസികളാണ്. ബ്രഹ്മാവിൻ്റെ സത്യലോകത്തല്ല അവർ ജീവിക്കുന്നത്, മറ്റുള്ള ലോകത്തൊന്നുമല്ല. മഹർലോകത്തുള്ള ഇവർ മാത്രമാണ് എന്നും നിലനിൽക്കുന്നവർ. ബ്രഹ്മാവിന് എത്ര ആയുസ്സുണ്ടോ അത്ര അവർക്കുമുണ്ട്. അവർ ഒരു പ്രളയം കഴിഞ്ഞ് ബ്രഹ്മാവ് ഉണരുന്ന സമയത്ത് ഇവരും എന്തുപോലെ ഉണരും? സുപ്തപ്രബോധന സമം എന്നാണ്. ഉറങ്ങി ഉണരുന്ന ആളുകൾ എങ്ങനെയാണ് അതുപോലെയാണ്. അത് ഈ ചിരഞ്ജീവികൾക്കും ബ്രഹ്മാവിനും മാത്രമുള്ള ഗുണമാണ്. സപ്തർഷികൾ അങ്ങനെയാണ്, നാരദർ അങ്ങനെയാണ്, മാർക്കണ്ഡേയൻ അങ്ങനെയാണ്. കൂടാതെ അശ്വത്ഥാമ, ബലി, വ്യാസ, ഹനുമാംശ്ച, വിഭീഷണ, കൃപ, പരശുരാമശ്ച എന്ന് പറയും. അവരെല്ലാവരും അങ്ങനെയാണ്. ഇനിയും ഈ ഇതിഹാസങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ പിന്നെയും പറയും. അവരൊക്കെ ചിരഞ്ജീവികളാണ്, അവർക്ക് ബോധം എപ്പോഴും ഉണ്ടാകും എന്നും കൂടിയും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അസ്മാദൃശാം, നമ്മളുടേതുപോലെ തന്നെയാണ്, പുനരഹർമുഖകൃത്യ, ഓരോ ദിവസവും രാവിലെ, അതാണ് അഹർമുഖം, തുടക്കത്തിൽ ചെയ്യുന്ന കൃത്യതുല്യം, കൃത്യങ്ങൾക്ക് ദിനചര്യകൾക്ക് പോലെ തുല്യമായിട്ട് തന്നെയാണ് സൃഷ്ടിം കരോതി അനുദിനം സ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് ഓരോ ദിവസവും സൃഷ്ടിയെ ചെയ്യുന്നത്. സ ഭവത് പ്രസാദാത്, ഭഗവാനെ എല്ലാത്തിനും അതിന് ഭഗവാന്റെ പ്രസാദമുണ്ടാകണം. ഇവിടെ നമുക്കും അതെ, ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും അനായാസേന ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് കൃപ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള ധർമ്മം, കർമ്മം ഒക്കെ തപസ് പോലെ ചെയ്യണം. ഞാൻ എന്ന ഒരു വസ്തു ഇല്ല, ഞാൻ ആരുമല്ല എന്നുള്ള ആ സമർപ്പണ ഭാവത്തോടെ പ്രവൃത്തി ചെയ്യണം, അത്രേ വേണ്ടൂ. അപ്പോൾ ഭഗവാന്റെ പ്രസാദം നമ്മളിൽ സമൃദ്ധമായിട്ടുണ്ടാകും. പ്രാക്, പിന്നത്തെ വേറെ കാര്യം പറയണത്, പ്രാക് പണ്ട് തന്നെ ബ്രാഹ്മകൽപ്പജനുഷാം, ബ്രഹ്മകൽപ്പത്തിൽ ബ്രഹ്മാവിനോടൊപ്പം ജനിച്ചിട്ടുള്ള പരായുഷാം തു, ചിരഞ്ജീവികളാകട്ടെ, സുപ്തപ്രബോധന ഉറങ്ങി ഉണരുന്ന പോലെ സകല ബോധത്തോടും കൂടി തന്നെയാണ് അസ്ഥി, അവർ സ്ഥിതി ചെയ്യുന്നത്. തഥാപി സൃഷ്ടി, അവരുടെ സൃഷ്ടി അങ്ങനെയാകുന്നു. ഒന്നുകൂടി ശ്ലോകം വായിക്കാം. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സ ഭവത് പ്രസാദാത്. പ്രാക് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന